മഹാരാഷ്ട്രയിൽ കിട്ടിയ വമ്പൻ വിജയത്തിന്റെ ആഘോഷത്തിലാണ് ബി.ജെ.പി സഖ്യം. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കവും തുടരുന്നു. പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിലുള്ള ഡേറ്റയിൽ വൻ പൊരുത്തക്കേട് കണ്ടെത്തിയെന്നുള്ള വാർത്തകളാണ് അതിനിടയിൽ പുറത്തുവരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. അതായത് 66.05 ആയിരുന്നു അന്തിമ വോട്ടിംഗ് ശതമാനം. എന്നാൽ എണ്ണിയ വോട്ടുകളുടെ ആകെ എണ്ണം 6,45,92,508 ആണ്. ഇത് മൊത്തം പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5,04,313 എണ്ണം അധികമാണ്. 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയതെങ്കിൽ ബാക്കിയുള്ള 280 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയത്. പോൾ ചെയ്തതിനേക്കാൾ 4,538 വോട്ടുകൾ കൂടുതൽ എണ്ണിയ അഷ്തി മണ്ഡലത്തിലും 4,155 വോട്ടുകളുടെ വ്യത്യാസമുള്ള ഒസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേട് രേഖപ്പെടുത്തിയത്. ഈ പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ, പ്രത്യേകിച്ച് കടുത്ത മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിലുള്ള പോളിംഗ് സ്വാധീനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. 100 1000 വോട്ടുകളുടെ വ്യത്യാസം വലിയ പ്രശ്നങ്ങളാണ് കാണിക്കുന്നതെന്നും ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുവെന്നും അതിനാൽ ഫലങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നുമാണ് വാർത്തകൾ. എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള ശരാശരി വ്യത്യാസം ഏകദേശം 1751 വോട്ടുകളാണ്. 2024 മെയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റയും ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം 17C തമ്മിൽ വ്യത്യാസമുള്ളതായി ആശങ്കകൾ ഉയർന്നിരുന്നു. അന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് 48 മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർ പോളിംഗ് ഡാറ്റ പുറത്തുവിടാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്നുള്ള റിപ്പോർട്ടിൽ പോളിംഗ് കണക്കുകൾ തമ്മിൽ 5-6% പൊരുത്തക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തതാണ്. വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തോൽവിക്ക് പിന്നാലെ രാജിവെച്ചുവെന്ന വാർത്തകൾ നിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു നാനാ പട്ടോളയുടെ പ്രതികരണം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത് ജനങ്ങളുടെ വികാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തർക്കം തുടരുന്ന മുഖ്യമന്ത്രി കസേരയിൽ അഭിപ്രായം പറഞ്ഞ് ശിവസേന നേതാവ് ദീപക് കെസാർക്കാരും രംഗത്ത് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുക്കുന്ന ഏത് തീരുമാനവും തനിക്ക് സ്വീകാര്യമാണെന്നാണ് സ്ഥാനമൊഴിയുന്ന മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ ദീപക് കെസാർക്കാർ പറഞ്ഞത്. നിലവിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുവരെ ഗവർണർ അദ്ദേഹത്തെ കാവൽ മുഖ്യമന്ത്രിയായി നിയമിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഹായുതി നേതാക്കൾ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കെസാർക്കാർ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഏത് തീരുമാനമെടുത്താലും അത് തനിക്ക് സ്വീകാര്യമാണെന്ന് മുഖ്യമന്ത്രി ഷിൻഡെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം തനിക്ക് പിന്തുണ അറിയിക്കുന്നതിനായി മുംബൈയിൽ ഒത്തുകൂടുകയോ ഒരുമിച്ച് ചേരുകയോ ചെയ്യരുതെന്ന് ഏക്നാഥ് ഷിൻഡെ തന്റെ പാർട്ടിയുടെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്.